രാജ്യാന്തര കള്ളക്കടത്തോ രാജ്യാന്തര കള്ളക്കടത്തുകാരുടെ കേന്ദ്രവുമായി ശബരിമലയെ മാറ്റിയതാര്? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് പറഞ്ഞ ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ്ണ വ്യാപാരിയാണോ? ചിക്കമാംഗ്ലൂരിലെ സ്വർണ്ണ ഖനികളുമായി ബന്ധമുള്ള അധോലോക നായകനല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല സജീവമാകുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയപ്പെടുന്നത് CBI അന്വേഷണം എന്നത് ശക്തമാകുന്നു. ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വഴിത്തിരിവിൽ എത്തുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം ഇതായിപ്പോൾ വിദേശത്തും വ്യാപിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ബൊള്ളാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റ് എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ 600 ഗ്രാം കണ്ടെടുത്തിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല. പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളിയായ ഒരു വ്യവസായിയാണ്. ഇയാളുടെ ഫോൺ സംഭാഷണം അടക്കം ചെന്നിത്തല കൈമാറും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ഈ ബൊള്ളാരിയിൽ നിന്ന് കണ്ടെടുത്തത് എന്നതിന്റെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണവും UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് BSc ലാബിൽ നടക്കും. അടുത്ത ആഴ്ച വരുന്ന ഈ പരിശോധനാ ഫലം നമുക്കപ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടാക്കും. ബൊള്ളാരിയിൽ നിന്നും കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേത് അല്ലെങ്കിൽ കഥ മാറും. ചെമ്പുപാളിയും ഇപ്പോൾ പരിശോധിക്കുകയാണ്. ചെമ്പുപാളിയുടെ കാലപ്പഴക്കം കുറവാണെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടു എന്നുള്ള നിഗമനത്തിലേക്ക് എത്തും. കേസ് ആദ്യം അന്വേഷിച്ച ദിവസം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്നും പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശി എന്നതുമുള്ള സംശയം ഉന്നയിച്ചിരുന്നു. യഥാർത്ഥ പാളികൾ വിദേശത്ത് വിലയേറിയ പുരാവസ്തുക്കൾ വാങ്ങുന്ന വ്യവസായികളിലേക്ക് എത്തിച്ചു എന്നുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും തെളിവ് കിട്ടിയില്ല. എന്നാൽ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ എല്ലാം വ്യക്തമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ്ണ വ്യാപാരിയല്ല. ചിക്മാംഗ്ലൂരിലെ സ്വർണ്ണ ഖനികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഖനി ഉടമകളുമായിട്ട് നേരിട്ട് വ്യാപാരം നടത്തുന്ന ആളാണ് ഇദ്ദേഹം. 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൽപേഷ് വഴി സ്വന്തമാക്കിയ സ്വർണം ഇത്രയും നാൾ ഉരുപ്പടിയായി മാറ്റാതെ എന്തുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചു? ഇതാണ് സംശയത്തിനിട നൽകുന്ന ഏറ്റവും വലിയ ചോദ്യം. ആധ്യാത്മിക മൂല്യമാണ് കാരണമെങ്കിൽ അത് പൂജാമുറിയിൽ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്. ഇതൊന്നുമല്ലാതെ നേരിട്ട് ജ്വല്ലറിയിൽ നിന്നും സ്വർണം കൈമാറിയപ്പോഴേ SIT ഇയാളെ നിരീക്ഷണ വലയത്തിൽ ആക്കിയിരുന്നു. ഹൈദരാബാദ് സ്വദേശി എന്ന് കരുതുന്ന നാഗേഷിനെ SIT ഇതുവരെ ചോദ്യം ചെയ്തതായിട്ട് അറിവുമില്ല. ഇദ്ദേഹത്തിന് ലോഹ സാധനങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് ഹൈദരാബാദിലുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്നും ആദ്യം ബംഗളൂരിലേക്കും തുടർന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതായിട്ടുള്ള സൂചനകളുണ്ട്. അത് കൽപേഷിന്റെ വർക്ക്ഷോപ്പിലേക്കാണ് എന്ന സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുമുണ്ട്. ഇവിടെ വെച്ച് ദ്വാരപാലക ശില്പപാളികളുടെ മോൾഡ് തയ്യാറാക്കി പുതിയ പാളികൾ നിർമ്മിച്ച ശേഷം യഥാർത്ഥ പാളികൾ സ്വർണം സഹിതം കടൽ കടത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഹൈദരാബാദിൽ നിന്നും പാളികൾ ആഴ്ചകൾക്ക് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. തങ്ങളുടെ പക്കൽ ലഭിച്ചത് പുതിയ ചെമ്പുപാളികൾ ആണ് എന്നും സ്വർണം വേർതിരിക്കുന്ന സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലെന്നുമുള്ള CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ വെളിപ്പെടുത്തൽ പിന്നീട് മാറ്റിയതും വലിയ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ രാജ്യാന്തര കള്ളക്കടത്തിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് ശബരിമലയിലെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് മാറിയിരിക്കുന്നു. സ്വർണം കട്ടെടുത്തവർ അല്ലെങ്കിൽ സ്വർണം കട്ടെടുത്ത് വിറ്റു എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയും തമ്മിലുള്ള ബന്ധം ചില്ലറയല്ല. ഈ സ്വർണ്ണ വ്യാപാരിയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ശബരിമലയിൽ ഉണ്ടായിരുന്ന പരിപാവനവും പവിത്രവുമായിട്ടുള്ള സ്വർണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ, ഇവയൊക്കെ പഴയ സ്വർണ്ണപ്പാളികൾ എവിടെയാണ്? പുതിയ സ്വർണ്ണപ്പാളികൾ ഉണ്ടാക്കിയെടുത്തത് ചെമ്പിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് വെറുതെ സ്വർണം പൂശുക മാത്രമാണ് ചെയ്തത്. എന്നാൽ സ്വർണ്ണപ്പാളികളായിട്ടുണ്ടായിരുന്ന 1998 വിജയ് മല്യ സ്ഥാപിച്ച ആ സ്വർണ്ണപ്പാളികൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ആ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു.
കടൽ കടത്തിയിരിക്കുന്നു, ഇവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനോട് നമുക്കറിയാമല്ലോ, എപ്പോഴും ആന്റിക്കിനോട് വലിയ താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട്. മാത്രമല്ല വിശ്വാസികളാണെങ്കിൽ പിന്നെ അത് പറയുകയും വേണ്ട. ശബരിമല പോലൊരു സ്ഥലത്ത് നിന്ന് വരുന്ന, അല്ലെങ്കിൽ അയ്യപ്പന്റെ സന്നിധാനത്തിന്റെ മുൻപിലുള്ള പടികളാണ്, അല്ലെങ്കിൽ പാളികളാണ്. ആ പാളികൾ കൊണ്ടുവരുമ്പോൾ അതിനെ പരിപാവനമായിട്ടും പരിശുദ്ധിയോടും കൂടി മാത്രമേ ആ ഭക്തർ സ്വീകരിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് ഭക്തരല്ലാത്തവർക്കും വിൽക്കാൻ കഴിയും. അപ്പോൾ അത് ഈ അമ്പലത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് ഇത് ഇവിടെ ഉള്ളതാണ് എന്ന് വരുത്തി തീർത്ത് അതിനെ ആന്റിക്കായിട്ട് വിറ്റ് അടിക്കുകയും കോടികൾ സമ്പാദിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ രാജ്യത്തെ തന്നെ രാജ്യാന്തര കള്ളക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവർ വളരെ കൃത്യമായി പ്രീ പ്ലാൻ ചെയ്ത് തന്നെ വലിയ ഗൂഢാലോചനയ്ക്ക് ശേഷം തന്നെയാണ് ശബരിമലയിലേക്ക് എത്തുന്നതും ശബരിമലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതും. ശബരിമലയെ തച്ച് തകർക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഈ ഗോവർദ്ധൻ എന്നൊക്കെ പറയുന്ന അതിന് ഏറ്റവും പുറകിലുള്ള ആൾക്കാർക്ക് ഇതിന് മുന്നിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആൾക്കാരുണ്ട്. അവരിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട്. അവരെ പോലുള്ളവർ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി തന്നെയാണ് ശബരിമലയിൽ കൊള്ള നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.